നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 314 314. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 314. തൃതീയ സ്കന്ധം 31-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. തുദന്ത്യാം അത്വജം ദംശാ അശകം മത്കുണാധയാ ദ്രുദന്തം വിഗതജ്ഞാനം ക്രിമികം യഥാ. ഇതാണ് ശ്ലോകം. കോമളമായ ത്വക്കോടുകൂടിയും ആമത്വജം എന്നാണ് പറയണത്. ആമത്വജം ആമത്വജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്ത്യ ആമത്വജം. ആമത്വജം എന്ന് പറഞ്ഞാൽ കോമളമായ ത്വക്കോടുകൂടിയ, രോദനം ചെയ്തും നശിച്ചിരിക്കുന്ന ജ്ഞാനത്തോടുകൂടിയും ഇരിക്കുന്ന സ്ഥൂലമായ കൃമിയെ, ജീവനില്ലാത്തതെന്നർത്ഥം. സൂക്ഷ്മകൃമികളെന്ന പോലെ വേദനിപ്പിക്കുന്നു. എന്താണ് അർത്ഥം പറയുക? ജീവനില്ലാത്തവ ജീവനുള്ളവയെ പോലെ പെരുമാറണു എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. മൃദുവായ തോലിൽ ഈ കൊച്ചിൻ്റെ, എവിടെ, ഗർഭസ്ഥ ശിശുവിൻ്റെ ഈ എന്താണ് പറയുക, ശരീരത്തിലെ തോലിൽ ഈച്ചകൾ, മുട്ടകൾ, അതായത് ഈ കൃമികളുടെ മുട്ടയുണ്ടാവും ഇതിൻ്റെ ഈ ആമാശയത്തിൽ. അതാ കൊതുകുകൾ മുതലായ ജന്തുക്കൾ വലിയ പുഴുവിനെ ചെറിയ അനേകം പുഴുക്കൾ ഒരുമിച്ച് ഉപദ്രവിക്കുന്ന മട്ടിൽ, വളരെ എവിടുന്നാണ് വ്യാസർക്ക് ഇത്രയും റിയലിസ്റ്റിക് റീസണിങ്സ് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ വയ്യ. ഒരു ധാന്യത്തിൻ്റെ മണി, ഒരു നെൽമണീനെ അല്ലെങ്കിൽ ഒരു അരിമണീനെ 10 എറുമ്പുകൾ ഒന്നായിട്ട് എടുത്ത് യാത്ര ചെയ്യണം, കാണണം. അങ്ങനെ ഭയങ്കര രസമാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഈ ബേബി മെറ്റലൊക്കെ വിരിച്ച വീടുകളിൽ അസാമാന്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നേരം വിളിച്ചപ്പോൾ നോക്കുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു തള്ളവരൽ അല്ലെങ്കിൽ ചെറുവരൽ വീതിയിൽ എറുമ്പുകൾ വഴിവെട്ടിയിട്ടുണ്ടാവും. വളരെ അയ്യോ, ഈ ഇപ്പോഴത്തെ ഈ എന്താണെന്നാ പറയുക, ഗഡ്കരിയുടെ 6 ലൈൻ പാതയൊക്കെ തോൽക്കും അവരുടെ മുമ്പിൽ. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാണ്. പ്രകൃതിയിൽ എങ്ങനെ സമ്പാദം ചെയ്ത് രക്ഷപ്പെടണം, പ്രകൃതി നിമിത്തം എങ്ങനെ നശിക്കണം, ഇതൊക്കെ എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരൻ ഉള്ളിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് ചെടിയുടെ ഇലയാണെങ്കിലും എത്ര പ്രബലമായ ബലമുള്ളതാണെങ്കിലും ശരി, മാവിൻ്റെ ഇലയൊക്കെ നല്ല കട്ടിയുള്ളതാണ്, അതിനൊക്കെ വളച്ച് പിടിച്ച് ഫുട്ബോൾ പോലെ ആക്കും ആരെ? ചുവന്ന എറുമ്പുകൾ, കട്ടുറുമ്പുകൾ, ചുവന്ന എറുമ്പുകൾ. ആലോചിച്ച് നോക്കണം. അപ്പോൾ അസാധ്യം എന്നുള്ളത് പ്രകൃതിയിലില്ല. അതാണ് പറഞ്ഞത്. മൃദുവായ തോലിൽ ഈച്ചകൾ, മുട്ടകൾ, കൊതുകുകൾ മുതലായ ജന്തുക്കൾ വലിയ പുഴുവിനെ ചെറിയ അനേകം പുഴുക്കൾ ഒരുമിച്ച് ഉപദ്രവിക്കുന്ന മട്ടിൽ കടിച്ചു തുളയ്ക്കുന്ന വേദന സഹിക്കവയ്യാതെയും ഇന്നതാണ് ഉപദ്രവമെന്ന് പറഞ്ഞറിയിക്കുവാനുള്ള ശക്തിയോ അറിവോ ഇല്ലാതെയും അവശനായിട്ട് ഉച്ചത്തിൽ കരയും. പുറത്തു വന്നാലത്തെ സ്ഥിതിയാണ് പറഞ്ഞത്.
ഉള്ളിലത്തെ സ്ഥിതി വർണ്ണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ സ്ഥിതിയാണ് പറഞ്ഞത്. ഇനി 28ഉം 29ഉം ശ്ലോകങ്ങളൊപ്പം പോവും, അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. ഇത്യേവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവ ച അലബ്ധാഭീപ്സിതോ അജ്ഞാനാധിദ്ധമന്യു സുചാർപ്പിത സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുന കരോതി വിഗ്രഹം കാമീ കാമിഷ്യന്തായ ച ആത്മന. 2 ശ്ലോകങ്ങൾ. അതിൻ്റെ വാക്കാർത്ഥം പറയണു. എന്നീ വിധം ഇതുവരെ പറഞ്ഞ പോലെ ശിശുഭാവത്തിലുള്ളതായ ദുഃഖത്തെയും പൗഗണ്ഡകത്തെയും, പൗഗണ്ഡകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു 2-3 വയസ്സ് വരെ ഭുജിച്ചിട്ട് അറിവില്ലായ്മ ഹേതുവായിട്ട് ദേഹത്തോടു കൂടിയവനും ദുഃഖത്താൽ വ്യാപിക്കപ്പെട്ടവനും ആത്മാവിൻ്റെ അധികരിച്ചു വരുന്ന കോപത്തോടുകൂടെ നാശത്തിനായി കൊണ്ട് കാമത്തോടു കൂടിയവൻ കാമികളിൽ കലഹത്തെ ചെയ്യുന്നു. അത് വെച്ച് നോക്കണം. 5 വയസ്സ് എന്നീ അതിൻ്റെ ഭാവാർത്ഥം പറയണു. 5 വയസ്സ് വരെയുള്ള കാലത്തിന് ശൈശവമെന്നും, ശൈശവം 5 വയസ്സ് വരെ, 6 മുതൽ 16 വയസ്സുകായുള്ള കാലത്തിന് പൗഗണ്ഡമെന്നും പറയുന്നു. അതിൽ പിന്നെയുള്ള കാലം യൗവനം. 16 വയസ്സ് കഴിഞ്ഞാലാണ് യൗവനം. മുകളിൽ വിവരിച്ച വിധത്തിൽ ശൈശവത്തിലും പൗഗണ്ഡത്തിലുമുള്ള ദുഃഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ യൗവനത്തിൽ പ്രവേശിക്കുന്നു. ദേഹത്തിൻ്റെ വളർച്ചയോടുകൂടെ തന്നെ ആ ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവരൂപമായ അഭിമാനവും അജ്ഞാനം നിമിത്തം വർദ്ധിച്ചു വരും. 16 വയസ്സ് കഴിഞ്ഞാൽ ഒരു 22 വയസ്സ് വരെ ആണ് കുട്ടികൾ വഴിതെറ്റുന്നത്. ആ 6 വർഷം 16 മുതൽ 22 വരെ അച്ഛനമ്മയെന്ന് ശ്രദ്ധിച്ചാൽ കുട്ടികൾ നല്ല പൗരന്മാരായിട്ട് തീരും. യൗവനത്തിൽ ആഗ്രഹം വർദ്ധിക്കും. താൻ ആഗ്രഹിക്കുന്ന പദാർത്ഥങ്ങളുടെ, സുഖത്തിനുള്ള സാധനങ്ങളുടെ അലാഭത്തിൽ, കിട്ടായ്മയിൽ എന്നർത്ഥം. ദേഷ്യവും ദുഃഖവും ഒരുപോലെ വർദ്ധിക്കും. താൻ സമ്പാദിപ്പാൻ ശ്രമിക്കുന്ന പദാർത്ഥങ്ങളെ തന്നെ ആഗ്രഹിക്കുന്ന പലരും തൻ്റെ ആഗ്രഹത്തെ നിഷ്ഫലമാക്കുവാൻ പ്രയത്നിക്കും. അവിടെ മത്സരബുദ്ധി ഉണ്ടാവും. ഒരേ പ്രായക്കാരൻ, 4 ആൾ ചങ്ങാതിമാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാൽക്കാരി കുട്ടി യൗവന തുടുപ്പിൽ പോണതും വരുന്നതും കണ്ടാൽ ആ കുട്ടിയോട് 4 പേർക്കും സ്വന്തം നിലയ്ക്ക് താല്പര്യം തോന്നും. ആര് കൈവശപ്പെടുത്തണു അല്ലെങ്കിൽ ആരോട് ആ കുട്ടി അഭികാമ്യം അറിയിക്കണു, അപ്പം മറ്റു 3 പേര് ആ ഒരുത്തൻ്റെ ശത്രുവായിട്ട് തീരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭാഗവതം പറഞ്ഞതാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഞാനും നിങ്ങളും ഇത് ആദ്യകാലത്ത് തന്നെ 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്നൊക്കെ തലയൂരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ താൻ സമ്പാദിപ്പാൻ ശ്രമിക്കുന്ന പദാർത്ഥങ്ങളെ തന്നെ ആഗ്രഹിക്കുന്ന പലരും തൻ്റെ ആഗ്രഹത്തെ നിഷ്ഫലമാക്കുവാൻ പ്രയത്നിക്കും. അവരിൽ കലഹിച്ചു തുടങ്ങും. അതല്ലേ ചങ്ങാതിമാർ സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കണവർ, അച്ഛനമ്മമാർ അറിയാണ്ട് കട്ട് സിഗരറ്റ് വലിക്കും. ആ വാക്ക് തർക്കമുണ്ടാവും. തല്ലും മക്കാനായി കത്തിയെടുത്ത് കുത്തും, അല്ലെങ്കിൽ കല്ലെടുത്ത് തലയ്ക്കടിക്കും, അല്ലെങ്കിൽ ഉന്തിത്തള്ളി വള്ളത്തിലിടും. ഇതാണ് ഭാഗവതം നിഷ്കർഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളറിയാണ്ട് പോയതിന് ഭാഗവതത്തിന് കുറ്റമുണ്ട് കാര്യമില്ല. ഈ മാതിരി കലഹം ആത്മനാശത്തിന് കൂടെ കാരണമായി തീരും. അതാണ് സുസൈഡ്, ആത്മകാര്യം, ആത്മനാശം. അപ്പോൾ എന്ത് തന്നെ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടില്ല, എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 100-120 മൈൽ സ്പീഡിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം വിചാരിച്ച ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇത് വായിച്ച് പോകുമ്പോൾ അവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. റെസ്റ്റ് എടുക്കണ ആചാര്യനും മനസ്സിലായിട്ടുണ്ടാവില്ല. നടത്തിക്കണ സംഘാടകർക്കൊക്കെ തീരെ മനസ്സിലായിട്ടുണ്ടാവില്ല. മറ്റുള്ളവർ വാച്ച് നോക്കിയിട്ട് ഇന്ന് ഇഡ്ഡലിയാണ്, വെന്തിട്ടുണ്ടായില്ല, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ ഊണാവണം ആകെ ആശ്രയം. അത്
എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ ഭാഗവതം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല, സപ്താഹം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ആൾക്കാർ വായിച്ച് വശാവണം, അവർ നടത്തിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം 30-ാമത്തെ ശ്ലോകം നോക്കുക. ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹദേഹ്യ ബുധോ അസകൃത് അഹം മമേത്യ സദ്ഗ്രാഹ കരോതി കുമതിർമതിം. 5 ഭൂതങ്ങളാൽ ഈ ശരീരം എങ്ങനെയാ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതാ. ആരംഭിക്കപ്പെട്ട ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നും അഹം മമ ഇതിന, അഹം മമ ഇതി ഞാനെന്നും എൻ്റേതെന്നും അസത്തായ സ്വീകാരത്തോടു കൂടിയും. അസത്തായ സ്വീകാരം എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് അറ്റ് ആൾ താല്പര്യമില്ലാത്തത്, നോട്ട് അറ്റ് ആളാ. കുൽസിത ബുദ്ധിയോടുകൂടിയുമായിരിക്കുന്ന കുമതിന, കുൽസിത ബുദ്ധിയോടുകൂടിയുമായിരിക്കുന്ന അജ്ഞനായ അബുധ, അജ്ഞനായ ജീവൻ മതിയെ ചെയ്യുന്നു. മതിയെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന്, മനസ്സിൽ തോന്നിയത് ചെയ്യണമെന്നാണ് പറഞ്ഞതേ. തോന്നിയത് ചെയ്യാൻ പാടില്ല, നല്ല പട കിട്ടാഞ്ഞിട്ടാണ്. ആസനം പൊക്കി പുടയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷർട്ട് പൊക്കി പുടയ്ക്കണം, അല്ലെങ്കിൽ മുണ്ട് ട്രൗസർ മാടി അടിക്കണം എന്നാ. ചന്തിയിൽ അടിക്കണം, പുളി മരത്തിൻ്റെ വടി കൊണ്ട്. അത് നല്ല നീറും നീറും. അവരൊക്കെ നന്നായിട്ടുണ്ട്. ഇന്ന് തൊടാൻ പാടില്ല എന്നാ. വേണ്ട, തൊടാൻ വേണ്ട, ആർക്കത് ഇഷ്ടം? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അജ്ഞാന വൈഭവാൽ, ഞാനതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ശ്ലോകം നോക്കണ്ട, വാക്കാർത്ഥം നോക്കണ്ട, ഈ ആഖ്യാനം മാത്രം ഒരു 10 പ്രാവശ്യം വായിക്കൂ. നോട്ട് ലെസ് ദാൻ 10 times. നമ്മൾ രക്ഷപ്പെടും, വായിച്ചവരൊക്കെ രക്ഷപ്പെടും. കാരണം ഇത് നമ്മുടെ തലയ്ക്ക് മത്ത് പിടിപ്പിക്കും. പിന്നെ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. ഓരോ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാവുന്ന പെർമിഷനുള്ള കാര്യങ്ങൾ ഏതായാലും കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ സുഖമാണ് ജീവിതത്തിൽ. ഇത് എല്ലാം ചെയ്യും, അതിൽ ചെയ്യാൻ പാടില്ലാത്തതാവും അധികം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അജ്ഞാന വൈഭവത്താൽ ബലമായി ഉറച്ചതിനാൽ കുൽസിത ബുദ്ധിയോടുകൂടിയ ജീവാത്മാവ് അസത്തായ ശരീരത്തിൽ ബലമായ അഭിമാനത്തോടു കൂടിയിരിക്കുന്നു. ശരീരം എന്താണെന്നാണ് പറഞ്ഞത്? സത്താമാത്രമല്ലാത്ത ജഡാണ്. ഈ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഇത് മാറാത്തത്. ചൈതന്യം കൂടെ ഇറങ്ങിപ്പോയാൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ഭാര്യ ഭർത്തൃമതികൾ ആരായിക്കോട്ടെ, 1 ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും നാറ്റം തോന്നും. ഇത് നാറാതെ കണ്ടിരിക്കണത് ജീവനുള്ളതുകൊണ്ടാണ്. ഇനി 31-ാമത്തെ ശ്ലോകം. തദർത്ഥം കുരുതേ കർമ്മ യദ്ബദ്ധോ യാതി സംസൃതിം യോ അനുയാതി തദത് ക്ലേശം അവിദ്യ കർമ്മബന്ധന. അവിദ്യ കൂടിയായാൽ കർമ്മത്തിൽ ബന്ധിക്കും. അറിവില്ലായ്മ നിമിത്തമുള്ള കർമ്മബന്ധനത്തോടു കൂടിയ അറിവില്ലായ്മ നിമിത്തമുള്ള കർമ്മബന്ധനത്തോടു കൂടിയ യാതൊന്ന് ദുഃഖത്തെ നൽകുന്നതായിട്ട് അതിനായി കൊണ്ട് കർമ്മം ചെയ്യുന്നു. ദുഃഖം തരാനുള്ള കാര്യങ്ങളെ വളർത്താനുള്ള താല്പര്യമാണ് പലർക്കും ഉണ്ടാവുക. യാതൊന്നിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് സംസാരത്തെ പ്രാപിക്കുന്നു. സംസൃതിയും കാലചക്ര പ്രവാഹത്തിൽപ്പെട്ട് എന്താണ് തുന്നം പാറുക എന്നൊക്കെ പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഈ ശരീരം ജന്മം മരണം ജരാവ്യാധി എന്നീ അവസ്ഥകളെ പ്രാപിക്കുന്നതാകയാൽ ജീവാത്മാവിന് ദുഃഖത്തെ തന്നെ നൽകുന്നതായിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. ഈ ശരീരം ജനിക്കുക മരിക്കുക ജര വ്യാധി എന്നീ അവസ്ഥകളെ പ്രാപിക്കുന്നതാകയാൽ ജീവാത്മാവിന് ദുഃഖത്തെ തന്നെ നൽകുന്നതായിരിക്കുന്നു. പിന്നെയും ശരീരപോഷണാദികൾക്ക് വേണ്ടി കർമ്മം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ നിമിത്തം, അതായത് ശരീരപോഷണത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യരുത്, ആത്മോദ്ധാരണത്തിന് വേണ്ടി
എളിയ നിലയിൽ പ്രവർത്തിച്ചാൽ മതി. വമ്പൻ വിജയ. എളിയ മാർഗത്തിൽ ആത്മോദ്ധാരണമായിരിക്കണം നമ്മുടെ അജണ്ട. അപ്പോൾ അറിവില്ലായ്മ നിമിത്തം ചെയ്യുന്ന പുണ്യപാപരൂപകർമ്മ ബന്ധത്തിൽ നിന്ന് മുക്തനാകാതെ ഇരിക്കുന്ന ജീവാത്മാവ് സംസാരത്തെ പ്രാപിക്കുന്നു. ജന്മമരണാദികൾക്ക് അധീനമായിരിക്കുന്ന ശരീരത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാതെ നാനായോനികളിൽ ശരീരങ്ങളെ ധരിപ്പാനും തന്നിമിത്തമുള്ള ദുഃഖാദികളെ അനുഭവിപ്പാനും ബാധ്യസ്ഥനായിരിക്കുന്നു എന്നാണ്. വേലിയമ്പിലുള്ള പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കും ഞാൻ എന്ന് പ്രതിജ്ഞാബദ്ധരായാൽ പിന്നെ ഒരു ദേവനും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. 32 യദ്യസൽഭിപതി പുനഃ ശിഷ്ണോദരഹൃതോദ്യമൈ ആസ്ഥിതോ രമതേ ജന്തുസ്തമോ വിശതി പൂർവവത്. പിന്നെയും ശിഷ്ണത്തെയും ഉദരത്തെയും സന്തോഷിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളോട് കൂടിയ, ശിഷ്ണം എന്ന് പറഞ്ഞാൽ മൂത്രക്കൊടി എന്ന് മലയാളത്തിൽ പറയും, ശിഷ്ണം. അപ്പോൾ ശിഷ്ണത്തെയും ഉദരത്തെയും ഒരു ചാൻ വയറിനെയും സന്തോഷിപ്പിക്കാനുള്ള വെപ്രാളായി. പിന്നെ സന്തോഷിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളോടുകൂടിയ അസത്തുക്കളുടെ മാർഗത്തിൽ, സത്തുക്കളല്ല, ആരാണ് അതിന് പരിശ്രമിക്കുക? അസത്തുക്കൾ. മാർഗത്തിൽ ഇരിക്കുന്നവനായിട്ട് രമിക്കുന്നുവെങ്കിൽ മുമ്പത്തെ പോലെ നരകത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഉദരനിമിത്തം ബഹുകൃതവേഷം. അപ്പോൾ ഉദരംഭരികളായിട്ട് ഉള്ളവരെ ഭാഗവതം ക്രയവിക്രയം ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർക്ക് നിതാന്തമായിട്ടുള്ള സ്ഥലത്തിനാണ് നരകം എന്ന് പറയാം. അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഗുരുനാഥൻ വാത്സല്യപൂർവ്വം എന്നോട് പറഞ്ഞു, എടാ ചെറുക്ക, നീയെ പ്രൊഫഷണൽ ആവണ്ട, അമേച്ചറായാൽ മതി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എന്ത്? തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും. എന്നെ ഈ ഭൂമിയിലേക്ക് ആകർഷിച്ച ആ ശക്തി എൻ്റെ വായയിൽ എന്തെങ്കിലും ഇടാതെണ്ടിരിക്കില്ല. അപ്പോൾ പിന്നെ കൊറോണയോട് കൂടിയിട്ട് ഞാൻ നിർത്തി. കുറച്ചൊക്കെ പോയിരുന്നു ഞാൻ. അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. ജന്തു സാമാന്യധർമ്മമായിരിക്കുന്ന സ്ത്രീയാദി വിഷയഭോഗങ്ങളെ, ജന്തു സാമാന്യധർമ്മങ്ങളെന്നാണ് പറഞ്ഞത്. ഉത്തമന്മാരൊക്കെ അത് പറഞ്ഞിട്ടില്ല. വിഷയഭോഗങ്ങളെ സമ്പാദിക്കുവാനുള്ള പരിശ്രമത്തോടു കൂടിയ അസജ്ജനങ്ങളോട് സംസർഗം. നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടില്ല. അപ്പോഴും എൻ്റെ ഗുരുനാഥൻ എന്നെ രക്ഷിച്ചു. നല്ലവരായിട്ട് കൂട്ടുകൂടറ അല്ലേ ചെയ്ത് അവരുടെ സമ്പ്രദായത്തിൽ തന്നെ, അതായത് ഇവിടെ അസത്തുക്കളുടെ സമ്പ്രദായത്തിൽ തന്നെ അവരുടേന്ന് പ്രവർത്തിച്ച് സന്തോഷിക്കുക തന്നെ ആവർത്തിക്കുന്ന പക്ഷം ആ ജീവാത്മാവ് യാതനാശരീരത്തോടുകൂടെ നരകത്തിൽ പ്രവേശിച്ച് കഠിന ദുഃഖങ്ങളെ തന്നെ പിന്നെയും അനുഭവിക്കണം എന്നാണ്. നേരാവാൻ സമ്മതിക്കില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നേരാവൂല എന്ന് പറഞ്ഞ മാതിരി ആവരുത്. ഇനി 33, 34, 35 ശ്ലോകങ്ങളൊപ്പം പോകും. 3 ശ്ലോകങ്ങൾ. സത്യം ശൗചം ദയാ മൗനം ബുദ്ധി ശ്രീ ഹ്രീ യശ ക്ഷമ ശമോദമോ ഭഗച്ച ഇതി യത് സംഗത്യാദി സംക്ഷയം തേഷു ശാന്തേഷു മൂഢേഷു ഖണ്ഡിത ആത്മസ്വധുഷു സംഗം ന കുര്യാൽ ശോച്യേഷു യോഷിൽ ക്രീഡാമൃഗേഷു ച ന തഥാ സ്യാ ഭവേന്മോഹോ ബന്ധശ്ച അന്യപ്രസംഗത
യോഷി സംഗാദ്യഥാ പുംസോ യഥാ തൽസംഗി സംഗത. ഒരൊറ്റ കുട്ടി സപ്താഹ സമയത്ത് ഈ ശ്ലോകങ്ങളൊന്നും പറയില്ല കേട്ടോ. പറഞ്ഞ അബദ്ധമായി, പിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കില്ല, അതല്ലേ. പക്ഷെ എനിക്കുള്ള സന്തോഷം എന്താ, നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വാക്കുകളുടെ അർത്ഥം പറയുള്ളൂ. എന്നെ നിങ്ങൾക്ക് ചീത്ത വിളിക്കാം, പക്ഷെ ഭാഗവതത്തിന് നിങ്ങൾക്ക് ചീത്ത വിളിക്കാൻ ഞാൻ സന്ദർഭം തരില്ല. കാരണം ഭാഗവതത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ പറഞ്ഞു കീർത്തി, സഹനശക്തി, ആന്തര ഇന്ദ്രിയ നിഗ്രഹം. എന്താ അങ്ങനെ? മനസ്സിനെ നിലയ്ക്ക് നിർത്തണം. ബുദ്ധി, അഹങ്കാരം, അല്ലേ? അപ്പോൾ ഞാനി പറയണില്ല, എനിക്ക് തലയ്ക്ക് ഇങ്ങനെ പെരുക്കം കയറുക. ആന്തരികം എന്നുണ്ടെങ്കിൽ മനസ്സിൽ നല്ലത് സങ്കല്പിച്ചാലല്ലേ കർമ്മം നല്ലതാവുള്ളൂ. മനസ്സിൽ അസത്തുക്കളായിട്ടുള്ളവരോടുകൂടി സംഘം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്താണെന്നാ പറയുക, ആപത്തിലേക്ക് എത്തിക്കുള്ളൂ. അതാണ് ആന്തരിക നിഗ്രഹം, ബാഹ്യേന്ദ്രിയ നിഗ്രഹം. ഭഗവത് ഭക്തി എന്ന ഗുണങ്ങൾ യാതൊരുത്തരുടെ ചേർച്ച ഹേതുവായിട്ട് തീരെ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളോട് സംഘം കൂടിയാൽ ഇതൊക്കെ വർദ്ധിക്കുള്ളൂ. അസത്തുക്കളോട് സംഘം കൂടെ ഇതൊക്കെ ഉള്ളത് കൂടി നശിക്കും. പുരുഷന് സ്ത്രീ സംഘം കൊണ്ട് ഏത് വിധമോ ആ വിധം ബന്ധവും മോഹവും ഇവനുണ്ടാകുമോ? ഈ വിവാഹം എന്തിനാ വെച്ചിട്ടുള്ളത്? പുരുഷൻ്റെ അർജ് ത്വരിതേനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ്. സ്ത്രീഡി അങ്ങനെ പറയണം. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകരുത്. അതിനെ 4 ചുമരിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയണം. അപ്പോൾ ആ വിധം ബന്ധവും മോഹവും ഇവനുണ്ടാകുമോ? അവരോട് ചേർന്നവരോടുള്ള ചേർച്ച കൊണ്ടും, അസത്തുക്കളോട് ചേരുന്നവരോടുള്ള ചേർച്ച കൊണ്ടും ഏതു വിധമോ ആ വിധത്തിൽ മറ്റുള്ളവരോട് ചേരുന്നത് കൊണ്ട് ഉണ്ടാകുകയില്ല. ശാന്തിയില്ലാത്തവരും, അതായത് അശാന്തി, അറിവില്ലാത്തവരും, ആത്മാവിനെ നശിപ്പിക്കുന്നവരും, അസത്തുക്കളുമായ അവരിൽ ചേർച്ചയെ ചെയ്യരുത്. ആര് കേൾക്കണത്? ഇതാരും പറഞ്ഞു കൊടുക്കണില്ലല്ലോ. പട്ടാമ്പിക്ക് തലയ്ക്ക് വെളിവില്ല എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ. എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം 100% ആൾ റൈറ്റ്. മനസ്സിലായി? അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. യഥാർത്ഥ ഭാഷണ രൂപമായ സത്യം. യഥാർത്ഥ ഭാഷണ രൂപം, സത്യത്തിൻ്റെ നിർവചനം യഥാർത്ഥ ഭാഷണം എന്നാണ്. സത്യം ബാഹ്യാഭ്യന്തരങ്ങളെ ശുദ്ധമാക്കി വയ്ക്കുന്നതായ ശൗചം. അകവും പുറവും നന്നാക്കി വയ്ക്കുക. അന്യദുഃഖങ്ങളെ തീർക്കണമെന്നുള്ള വിചാരം, അത് വളരെ ഗംഭീരമാണ്. അതിനാണ് ദയ എന്ന് പറഞ്ഞത്. എന്താ ദയ എന്ന് പറഞ്ഞാൽ? അന്യന്മാരുടെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുക. അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുന്ന മൗനം. ഉപേക്ഷിക്കേണ്ടതിനെയും സ്വീകരിക്കേണ്ടതിനെയും വേർതിരിച്ച് അറിയുന്ന വിചാരശക്തി രൂപമായ ബുദ്ധി. എല്ലാം നിർവചനമുണ്ട്. ആർക്കും വേണ്ട, ആർക്കും വേണ്ട. കുൽസിത പ്രവർത്തികളിലുണ്ടാകുന്ന ലജ്ജ. യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമോ എന്ന് പറഞ്ഞാൽ എന്താ? കുൽസിത പ്രവർത്തികൾ ചെയ്യാൻ ആരെങ്കിലും ഏമിച്ചാൽ ചെയ്യാതെയിരിക്കണം. അതിനാണ് ലജ്ജ വേണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് തന്നെ വിവാഹം ചെയ്ത് വരുന്ന ആളോട് ചിരിച്ചത് കൊണ്ടോ കുശലപ്രശ്നം ചോദിച്ചത് കൊണ്ടോ തൻ്റേടായില്ല. തൻ്റേടെന്ന് പറഞ്ഞത് പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നിറവേറ്റുന്നതിലാണ്. ഒക്കെ മനസ്സിലാക്കണം. അപ്പോൾ ലജ്ജ, ധനം, ശോഭ എന്നിവയുടെ രൂപത്തിൽ പ്രകാശിക്കുന്ന ശ്രീ, സൽകീർത്തി, അന്യന്മാർ ചെയ്യുന്ന അപരാധത്തെ സഹിക്കുന്നതായ സ്വഭാവമാകുന്ന ക്ഷമ. അപ്പോൾ
ഈ ക്ഷമ കാണിച്ച ചിലവർ പറയും താനേ 18-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളാ പറയും. കാരണം എന്താ, അവർക്ക് വിവരമില്ല. അപ്പോൾ മനസ്സിനെ അടക്കുന്നതായ ശമം മനസ്സിനെ അടക്കുക, തോന്നിയത് കാണിക്കാണ്ടിരിക്കുക, ശമം. ഇന്ദ്രിയങ്ങളെ അടക്കുന്നതായ ധമം, സൗഭാഗ്യാദികളായ ധർമ്മങ്ങൾ എന്നീ സൽഗുണങ്ങൾ കാമക്രോധാദി വൃത്തികളാൽ ക്ഷോഭിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവരും വിഷയങ്ങളെ സമ്പാദിക്കുന്നതിൽ നിരന്തരം പ്രയത്നിക്കുന്നവരും വിഷയങ്ങൾ നശ്വരങ്ങളാണെന്നുള്ള വിവേകമില്ലാത്തവരും സ്ത്രീകളുടെ കളിക്കോപ്പുകളെന്ന പോലെ അവർക്ക് അധീനന്മാരായും ഇരിക്കുന്ന അശാന്തന്മാരോടുള്ള സംഘം നിമിത്തം നശിക്കും. സ്ത്രീകളുടെ കയ്യിൽ കളിക്കോപ്പാവരുത് എന്നർത്ഥം. അതിനാൽ അവരോട് ചേർച്ചയില്ലാതെ കണ്ടിരിക്കണം. വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ അടുത്ത് മാത്രമേ സല്ലപിക്കാവൂ എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ജീവാത്മാവിന് അന്യവിഷയങ്ങളോടുള്ള സംഘം മോഹത്തിനും ബന്ധത്തിനും കാരണം തന്നെയെങ്കിലും സ്ത്രീജനങ്ങളോടും അവരിൽ അത്യാസക്തിയോടുകൂടിയിരിക്കുന്ന ജനങ്ങളോടുമുള്ള ചേർച്ച കൊണ്ടുണ്ടാകുന്ന വിധത്തിൽ അവിവേകവും ബന്ധവും മറ്റും യാതൊന്നുകൊണ്ടും ഉണ്ടാകുന്നതല്ല. അതിനാൽ വിഷയികളോടും സ്ത്രീജനങ്ങളോടും സംസർഗം ചെയ്യരുത്. സ്ത്രീവിരോധമല്ല, അതാദ്യം മനസ്സിലാക്കണം. സ്ത്രീകളോടുള്ള കടമകളും കടപ്പാടുകളും, അമ്മ, പെങ്ങന്മാർ, കസിൻസ്, ഇവരോടൊക്കെ നമ്മൾക്ക് കൂറ് പുലർത്തണം. പക്ഷേ അതിര് വിടാൻ പാടില്ല എന്നാണ്. അതിര് വിട്ടാൽ ആർക്കാ മോശം? ഉരുട്ടി വെച്ച വെണ്ണയും കത്തിജ്വലിക്കുന്ന ദീപവും ആണ് ഉദാഹരണം പറയാം. ഉരുട്ടി വെച്ച വെണ്ണ എന്ന് പറഞ്ഞ സ്ത്രീകൾ, അത് തീയനോടടുത്താൽ സ്വയം ഉരുകിപ്പോവും. തീയനല്ല പ്രശ്നം, പക്ഷേ തീയിൻ്റെ സ്വഭാവം ആരുടെ കയ്യിലാണ്? ഭ്രാന്തുള്ള കൂട്ടരടുത്ത് വിളക്ക് കൊടുത്താൽ എന്താ, പെര കത്തിപ്പോവും. അത് അപകടമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും വേണം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഇന്ന് സാധാരണക്കാരിൽ കണ്ടുവരുന്ന ദുർമാർഗ കാപട്യങ്ങൾക്ക് കാരണം ഭാഗവതം, രാമായണം അർത്ഥം അറിഞ്ഞ് പഠിക്കാത്തതുകൊണ്ടാണ്. അച്ഛനമ്മമാർ പഠിച്ചാലല്ലേ അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെറുതെ കുട്ടികളെ കുറ്റം പറയരുത്. അച്ഛനമ്മമാർ അവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അവരവരുടെ വിചാരധാരകളെ പരിപാലിക്കുന്ന ഉത്തമ ശാസ്ത്ര സത്യങ്ങളെ കുട്ടികളെ ബോധിപ്പിക്കണം. അവർക്കതിൽ താല്പര്യം ജനിപ്പിക്കണം. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യ വിട്ട് ആസ്ട്രേലിയയിലോ അമേരിക്കയിലോ കാനഡയിലോ പോയി താമസിക്കുക എന്നുള്ളതല്ല. സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള ഭാരതത്തിൽ അച്ഛനമ്മമാരുടെ ശ്രേയസ്സിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ആവശ്യം. മനസ്സിലായോ? ജനനി ജന്മഭൂമി, അമ്മയും ജനിച്ച സ്ഥലവും ഒരിക്കലും വിട്ടുപോകരുത്. അവരെ വിട്ടുപോകരുത് എന്നർത്ഥം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.